ഇത് വന്നിട്ടുണ്ടല്ലോ ഏകദേശം ഒരു 3 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ കൂട്ടിയെടുത്തിട്ടില്ല ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മയ്യെ പോയിട്ടുണ്ടായിനി. അതെന്ന് വെച്ചാൽ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിനി. വാടനെ പോയിട്ട് ഒരു ലൈം സോഡയും അതേപോലെ തന്നെ സമൂസയും കൂടെ കേസിട്ടുണ്ടായിന്. അപ്പൊ ഇങ്ങനെ വിചാരിക്കും കാര്യമായി തീനാന്നോ പോയത്. എന്നല്ല, കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിനി. അതേപോലെ തന്നെ മംഗലം വരുന്നുണ്ട്, ഒരു 2 മംഗലം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫാൻസി ഒക്കെ വാങ്ങാനുണ്ടായിനി. തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ കടി വാങ്ങിയിട്ടുണ്ടായിനെ. അതും കേച്ചിട്ട് നമ്മൾ നേരെ മംഗലത്തിന് പോയിട്ടുണ്ടായിനും. കുറച്ചാള് കാറിനും അതേപോലെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ടുണ്ടായത്. അവിടെ എത്തിയ സമയത്ത് ആരും അങ്ങനെ വരാനും തുടങ്ങിയിട്ടുണ്ടായില്ല. അടുത്ത വീട്ടുകാർ മാത്രമേ ഉണ്ടായത്. ഇപ്പൊ നമ്മളെ അമ്മായിന്റെ വീട്ടിലാണ് കല്യാണം. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിനി. എന്നിട്ട് ഇപ്പൊ നമ്മള് വേഗം താഴെ പോയിട്ട് ഇപ്പൊ ആരും ഫുഡൊന്നും കഴിക്കാൻ തുടങ്ങിയില്ല. വേഗം എല്ലാരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നോന്ന് പറയില്ലേ. അന്നേരം നമ്മള് താഴെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിന്. തലേന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടായിന്. പിന്നെ വന്നിട്ട് ചെറും തേരൊക്കെ ഉണ്ടായിന് കേട്ടോ. ഈ പിള്ളേരെല്ലാം ഇങ്ങനെ നോക്കുന്ന വെച്ചാല് അന്നേ ദിവസം തന്നെ ബുർദൊക്കെ ഉണ്ടായിനി. അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് നട്ടിരിക്കുന്നത്. എന്റെ മോളിൽ എന്താ ഉസ്താവന്മാരെ കണ്ടിട്ടാ തോന്നുന്നു എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഓൾ ഇങ്ങനെ ഇരിക്കൂല, ഓൾ ഓടിച്ചാടി നടക്കുക. ഇതിപ്പോ പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിന് പോകുന്നതാണ്. അന്നേരം വന്നിട്ട് എനിക്കൊരു കൊറിയർ എടുക്കാനുണ്ടായിന്. സീണ്ടാരം പോണ്ട ആവശ്യം ഉണ്ടായോണ്ട് ആ ഒരു കൊറിയറും അങ്ങ് വാങ്ങിയിട്ടുണ്ടായിനെ. മംഗല വീട്ടിന്റെ അവിടെ ഒന്നും വണ്ടിയൊക്കെ സ്ഥലം ഉണ്ടായില്ല. എന്താ പറയാ, ബസ്സൊക്കെ പോകുന്ന സ്ഥലേനി. അപ്പൊ നമ്മള് നേരെ കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോയി വണ്ടിയൊക്കെ വെച്ച് വീട്ടിൽ വന്ന് നമ്മള് സ്ഥിരം ചെയ്യുന്നത് തന്നെ കുറച്ച് ഫോട്ടോസും അതേപോലെ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിന്. അന്ന് ഒരുപാട് കസിൻസ് ഒക്കെ ഉണ്ടായിന് കേട്ടോ. തലേന്ന് അങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടായില്ല. അപ്പൊ എല്ലാവരും ഒന്നിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി താഴെ പോയിട്ടുണ്ടായിന്. ഫുഡൊക്കെ കൊടുത്തതിനിപ്പോ ഇവിടെ അമ്മായിമാരും അമ്മമാരും എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ടിപ്പോ ഞാൻ വേഗം വന്നിട്ടുണ്ടായിന്. എന്ന് വെച്ചാൽ എന്റെ മോള് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിന്. ഞാൻ ഓളെ കൂട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഓളെ പോയി കൂട്ടി വന്ന് ഇപ്പൊ വന്നിട്ട് ഒരു ആമനെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. വരുന്ന വീക്ക് ഞാൻ ഈ ഒരു ഡ്രിങ്കോ വാങ്ങിയിട്ടുണ്ടായി. ഇതുണ്ടായി ഞാൻ വാങ്ങലില്ല, ഞാൻ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ തന്നെ വാങ്ങിയിട്ട് ഒരു കുപ്പി കുടിക്കുന്നത്. കുറച്ച് മോക്കും ഹസ്ബൻഡിനും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ജെല്ലി ടൈപ്പ് സാധനം ഉള്ളതുകൊണ്ട് നല്ല രസേനെ കഴിക്കാൻ വേണ്ടി. രാത്രി വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് ഞാൻ അനിയത്തിനൊന്നിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് രണ്ടാളും മാത്രമേ പോയിട്ടുണ്ടായത്. മക്കളെ വീട്ടിൽ തന്നെ ആക്കിനെ. അപ്പൊ നമ്മള് ബസ്സിന് പോകാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ നിന്ന് ആകെ ഒരു ബസ്സേ ഉള്ളൂ. ഞാൻ ഇടക്കിടക്ക് എല്ലാ വീഡിയോയിലും പറയലുണ്ട്, ഇത് കണ്ടിട്ടെങ്കിൽ ആരെങ്കിലും ഒരു ബസ് ഇറക്കിനെങ്കിൽ നല്ലതേ. പക്ഷെ നമ്മളവിടെ എത്തിയപാട് ഓട്ടോറിക്ഷ കിട്ടിയ സമയത്ത് നമ്മള് വേഗം സെന്ററിലേക്ക് വന്ന് അവിടുന്ന് നമ്മള് ബസ്സിനെയും മയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകാൻ എളുപ്പം നമുക്ക് കുറച്ചും കൂടി തോന്നുന്നത് മയിൽ ഭാഗത്തേക്കാണ് കേട്ടോ. സാധനം വാങ്ങാനായാലും എന്തിനായാലും സെന്ററിലേക്ക് വന്നാൽ പിന്നെ അവിടുന്ന് ഒരുപാട് ബസ് ഉണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് ബസ്സൊന്നും ഇല്ല കേട്ടോ. നമ്മള് മയിലെത്തിയ സമയത്ത് വെളിച്ചെണ്ണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ വാങ്ങിച്ചാൽ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മയിൽ സ്റ്റാൻഡിൽ പോയാൽ അവിടെ ഒരുപാട് അച്ചാറൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടുന്ന് 2-3 അച്ചാറും ഒക്കെ വാങ്ങിയിട്ട് കായൽ നോക്കുമ്പോൾ ഇക്കാക്കി അമ്മായിയൊക്കെ ഉണ്ടായിന്. അങ്ങനെ അവരൊന്നിച്ചേനും വന്നിട്ടുണ്ടായത്. എന്നിട്ട് രാത്രി വീട്ടിലെത്തിയ സമയത്ത് ഒറോട്ടിയും അതേപോലെ കറി ഉണ്ടായിന് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ച് കുടിക്കലാണ് ഇപ്പൊ. എന്ന് വെച്ചാല് ഞാൻ 18-ാം തീയതി മുതൽ ഡയറ്റ് നിൽക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഏതായാലും ചായ ഒന്നും കുടിക്കാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് ചായയൊക്കെ കുടിച്ചപ്പോ മക്കൾക്ക് ഫുഡും കൊടുത്ത് പിന്നെ ഒരു മംഗലുണ്ട് പറഞ്ഞില്ലേ, അതിന്റെ മെഹന്തി ഇടലാണിത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് നമ്മള് ആ ഒരു കല്യാണത്തിന് പോക്കാണ്. ഇത് ഉമ്മാന്റെ ഇളയപ്പാന്റെ മോളെ കല്യാണത്തിനേക്കാണ് കേട്ടോ ഇപ്പൊ പോകുന്നത്. നമ്മളുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ കല്യാണം ഉണ്ടായിന് ഇടാം. അവിടെ വന്ന സമയത്ത് ഈ പാലം പണി നടന്നിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കൈനൊരു കല്യാണത്തിന് ഇട്ട സെയിം ഡ്രസ്സാണ് ഇട്ടിട്ടില്ല. ഇതിനാ ഇത് ഇട്ടേന്ന് വെച്ചാല് നല്ല ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ച് ചെയ്യണേ. അതുപോലെ തന്നെ എനിക്ക് നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായി. പിന്നെ അവിടെ എത്തിയ സമയത്ത് അവിടുന്ന് കാപ്പി അതേപോലെ തന്നെ കടികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നേരെ മേലേക്കാണ് ഇപ്പൊ പോകുന്നത്. മേലെ ഇനി പെണ്ണിന്റെ അറയുണ്ടായത്. അങ്ങനെ അറന്റെ ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതേനു. എല്ലാവരും ഇവിടെ വന്നിട്ട് നല്ല കിടിലം കണ്ണാടി ഉണ്ടായതുകൊണ്ട് കണ്ണാടി നോക്കി നിൽക്കലാണ് കേട്ടോ. പിന്നെ നമ്മള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്തുണ്ടായിനെ. അപ്പൊ നമ്മള് താഴെ പോയിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിന്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഡയറ്റ് തുടങ്ങുന്നോണ്ട് തന്നെ ഞാൻ വിചാരിച്ച് അൽസ് സാധാരണ ഞാൻ കഴിക്കുന്നത് പഞ്ചസാര ഇടാണ്ടാണ്. ഞാൻ ഇപ്രാവശ്യം കഴിച്ചിട്ടുണ്ടായത് ലേശം പഞ്ചസാര കിട്ടിത്തേനും. ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് ആദ്യം എന്റെ ഇക്കാരം മോളാണ് കേട്ടോ. അവൾ എന്റെ വീഡിയോ എല്ലാം കാണലുണ്ട്. ഇങ്ങനെ 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നത്. ഓളാണ് കേട്ടോ എനിക്ക് പഞ്ചസാര ഇട്ടുതരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ചോറൊക്കെ കഴിച്ച് പിന്നെ നല്ല അച്ചാറും തേരൊക്കെ ഇരുന്നിട്ട് അപ്പൊ അതും കൂടെ അങ്ങനെ മിക്സ് ആക്കി കഴിച്ചിട്ടുണ്ടായി. നമ്മള് കുറേ നേരം ഉള്ളിൽ തന്നെ ഇരുന്നിട്ടുണ്ടായി. അന്നേരം എന്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായത് എന്ന് വെച്ചാല് പാലത്തിന്റെ അടുക്ക് പോകുന്ന വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞിട്ട്, അതായത് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ച് പോയതേനും. പക്ഷേ പാലത്തിനാണെങ്കിൽ കേറാൻ ഒരു പടി ഉണ്ടായില്ല. പാലം വാർത്തിട്ടെന്നല്ലാണ്ട് അതിലേക്ക് കേറാൻ എന്തെങ്കിലും ഇത് വേണം. നമ്മള് കുറച്ച് അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ടായിനെ. ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ ഒരു സൈഡില് റോഡൊക്കെ കഴിഞ്ഞ്. അപ്പൊ അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ. പിന്നെ മംഗലപ്പെണ്ണ് വന്നിട്ടുണ്ടായിന്. ആദ്യമൊക്കെ നല്ല തിരക്കായിക്കൊണ്ട് ഓളെ കിട്ടിയിട്ടേ ഉണ്ടായില്ല. അവളോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആയ സമയത്ത് ചെക്കൻ്റെ ആളൊക്കെ വന്നിട്ടുണ്ടായിന്. അപ്പൊ എന്തായാലും കാപ്പി ഉണ്ടാവുമല്ലോ, ഇപ്പൊ മഴയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാ മംഗലത്തിനും കാപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പ പപ്സ് ഒക്കെ കൊടുത്തന്ന് എനിക്ക് അതൊക്കെ കേസ്റ്റ് ഉണ്ടായി. പിന്നെ നമ്മൾ എന്താക്കി മല്ല ഇറങ്ങാന്ന് വിചാരിച്ച് ഒരുപാട് ലേറ്റ് ആവപ്പാ ഇവിടെ ഇങ്ങനെ നിന്നിനെങ്കിൽ നമ്മൾ നേരെ വീട്ടിൽ പോവുകയും ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഇത്രയുള്ളൂ. എന്നാ പിന്നെ വേറൊരു വീഡിയോ